നിർണായകമായ ഒരു അറസ്റ്റാണ് സ്റ്റേറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കാരണം ശബരിമല വർഷമായിട്ട് തന്ത്രിയായിട്ടുള്ള വ്യക്തി ഇപ്പോഴും ഔദ്യോഗിക നിർവഹണങ്ങളൊന്നും മാറിയിട്ടില്ല. അദ്ദേഹം മകന് പൂർണ്ണമായി ചുമതലയും നൽകിയിട്ടില്ല. അങ്ങനെ ഒരാളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. എന്താണ് പറയാനുള്ളത് സാർ? ഒന്നും പറയാനില്ല, ഒന്നും പറഞ്ഞുകൂടാ. അല്ല, സ്വാഭാവികമായിട്ടും ദേവസ്വം ഇപ്രാവശ്യത്തെ തന്ത്രി അദ്ദേഹമല്ല, ഇപ്രാവശ്യം മറ്റൊരാളാണല്ലോ തന്ത്രി, മോഹനൻ്റെ മകനാണ്. അവനവന് അർഹതപ്പെട്ട കാര്യങ്ങളേ പറയാവുള്ളൂ, ഞാനൊന്നും പറയാം. സാർ, തന്ത്രി കുടുംബാംഗമാണ്, വിശ്വാസികൾ വളരെ ആരാധനയോടെ കാണുന്ന ആളാണ്. അത്തരം ഒരാൾ തന്നെ അയ്യപ്പന്റെ സ്വർണം കെട്ടുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നതാണോ? ഈ ചോദ്യങ്ങൾക്കൊന്നും ഞാൻ ഉത്തരം പറയാൻ ഞാൻ ആളല്ല. എന്തെങ്കിലും പറഞ്ഞ് വിവാദം ഉണ്ടാക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിവാദമല്ല, ഭക്തർക്ക് സ്വാഭാവികമായ ഒരു ആശങ്ക കാണില്ല. ഇത്രയധികം വിശ്വാസത്തോടെ നമുക്കറിയാം, ശബരിമലയിൽ പോയി കഴിഞ്ഞാൽ അയ്യപ്പനെ തോന്നിട്ട് ആളുകൾ പോയി കാലിൽ വീഴുന്ന തന്ത്രിയുടെയാണ്. സ്വർണം പോയിട്ട് അവിടുന്ന് എന്ത് നഷ്ടപ്പെട്ടാലും അയ്യപ്പന്മാർക്ക് ദുഃഖം തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഇത്ര ആൾ കൂടിയത്. എൻ്റെ വിഷമമുണ്ട്. അതിൽ കൂടുതൽ ഈ അറസ്റ്റിനെ പറ്റിയും കേസിനെ പറ്റിയൊന്നും പറയുന്നത് നിയമപരമായി സാധൂകരിക്കത്തക്കതല്ല കേട്ടോ.